ഗുഡ് മോർണിംഗ് ഡിയർ ടീം. സോ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കുറച്ച് പേര് നമുക്ക് എപ്പോഴും ക്ലോസ് ആയിട്ടിരിക്കുന്നതെന്ന്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു അത്യാവശ്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കുറച്ച് ആൾക്കാരെ മാത്രം മനസ്സിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അവരെ വിളിക്കുന്നത്? നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നമ്മുടെയൊക്കെ അമ്മമാർ ഏറ്റവും ലാസ്റ്റാണ് അത്താഴം കുറവാണെങ്കിൽ രാത്രി കഴിക്കുകയുള്ളൂ. നമ്മളെല്ലാം കഴിക്കാൻ നോക്കിയിരിക്കും. പക്ഷേ ഇതിനെല്ലാം പുറമെ നമുക്കൊരു ക്ലൂ കിട്ടും അത്താഴം കുറവാണെന്ന്. എങ്ങനെയാണെന്നറിയോ? ഇവർ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിച്ച് തീരാറാകുമ്പോൾ അമ്മമാർ ചോദിക്കും നമ്മളോട്, കുറച്ചുകൂടി ഇരട്ടെ അല്ലെങ്കിൽ മതിയോ? ഈ ചോദ്യം ഒരു 2 പ്രാവശ്യം കൂടുതലാണ് അതിൻ്റെ അർത്ഥം അത്താഴം കുറവാണെന്നാണ്. ആ ചോദ്യം എന്ന് പറയുന്നുണ്ടല്ലോ, അവരുടെ ഒരു എക്സ്ട്രാ സ്നേഹമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചില ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളൊരു വണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ കാലിയായിട്ട് കൊണ്ടുവന്ന് തരും. പക്ഷേ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളൊരു വണ്ടി അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കാലി പെട്രോൾ ടാങ്ക് ആണെങ്കിലും ഒരു 200 രൂപയ്ക്ക് അവർ പോയി അടിച്ചിട്ട് നമുക്ക് കൊണ്ടുവന്ന് തരും. നമ്മളൊരാവശ്യം വരുമ്പം ഈ പെട്രോൾ അടിച്ച് തരുന്ന ഫ്രണ്ട്സിനെ ആയിരിക്കും നമ്മൾ വിളിക്കുന്നത്. കാരണം അവരൊരു എക്സ്ട്രാ കെയർ നമുക്ക് തരുന്നുണ്ട്, അവരുടെ ഒരു എക്സ്ട്രാ കെയർ നമ്മളിലുണ്ട്. സോ നമുക്കെല്ലാവർക്കും അറിയാം ഇതൊരു ടഫ് സിറ്റുവേഷനാണ്, ഭയങ്കര ടഫ് സിറ്റുവേഷനാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ CM ഒരാഴ്ച കൂടെ റെസ്ട്രിക്ഷൻസ് എല്ലാം മാറ്റി ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെ ഷോപ്സ് തുറക്കുകയുള്ളൂ. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷൻ മാറുകയില്ല. ശരിക്കും ഒരു 2 വർഷം 3 വർഷം ഇത് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഇനി അത് മാറിയാൽ തന്നെ 2018 നോർമൽ ആയിരിക്കത്തില്ല 2024 നോർമൽ. സോ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പ്രത്യേകിച്ചും ഇത് ജൂലൈ മാസമാണ്. ജൂലൈ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണം സീസണിലേക്ക് വരിക. കസ്റ്റമേഴ്സ് എല്ലാം ഓഫേഴ്സ് നോക്കിയിരിക്കുന്ന സമയം, കമ്പനികളെല്ലാം ഓഫേഴ്സായിട്ട് വരുന്ന സമയം, നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടുന്ന ഒരു സമയം. ഈ സമയത്ത് നമ്മൾ ഇതുപോലൊരു സിറ്റുവേഷൻ ഇരിക്കും. എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്? സിമ്പിളാണ്. നമ്മളെല്ലാവരും നല്ല എഫേർട്ട് ഇടുന്നവരായിരിക്കാം, ആണ്. അങ്ങനെ എഫേർട്ട് ഇടുന്നതിൻ്റെ മേളിൽ ഒരു ചെറിയ എഫേർട്ട് കൂടി ഇടണം. അതായത് ഒരു എക്സ്ട്രാ എഫേർട്ട് കൂടി ഇടണം. അതായത് നമ്മൾ രാവിലെ ഇറങ്ങി ഷോപ്പുകളെല്ലാം കവർ ചെയ്ത് ഒരു ഷോപ്പിൽ ചെന്ന് നമ്മൾ പ്രൊഡക്റ്റ് ഡിസ്കസ് ചെയ്യുമ്പം ആ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ മാക്സിമം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റെഗുലർലി ചെയ്യാറുള്ളത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് പിച്ച് ചെയ്ത് നോക്കാം. ഔട്ട്സ്റ്റാൻഡിങ് ചോദിച്ചു, 10 പ്രാവശ്യം ചോദിച്ചു, കുറേ ചോദിച്ചു കഴിഞ്ഞ് നമ്മൾ സാധാരണ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു പ്രാവശ്യം കൂടെ ചോദിച്ചു നോക്കാം. ഇനി അങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത് മടുത്ത് തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മുടെ മടുത്തു, ഇനി ഇറങ്ങാൻ വയ്യ, ആ സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് കയറുന്ന ഒരു ഷോപ്പ്, ഉറപ്പായിട്ട് ഓർഡർ കിട്ടുന്ന ഒരു ഷോപ്പ്, നമ്മുടെ റൂട്ടല്ല, പക്ഷേ അവിടെ ഇറങ്ങി ഒരു 5 മിനിറ്റ് ആ ഷോപ്പിലൊന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകാം. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് മടുത്തിരിക്കുമ്പം നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസോ നമ്മളോടൊന്ന് വർത്തമാനം പറയാൻ വരുമ്പം അവരുടെ കൂടെ ഒരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഓർക്കുന്നത്, ദൈവമേ നമ്മൾ ഇതയച്ചില്ലല്ലോ, റിപ്പോർട്ട് അയച്ചില്ലല്ലോ, നാളെ ഇപ്പം വരും റിപ്പോർട്ട്, എവിടെയാ അത് ഇതെന്നൊക്കെ ചോദിച്ചു മെസ്സേജ് വരും. സോ ആ റിപ്പോർട്ട് അയക്കാൻ 1 സെക്കൻഡ് മതി, അതൊന്ന് അയക്കാം, അത് കറക്റ്റായിട്ട് അയക്കാം. അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ തന്നെ നമ്മുടെ ടീമിലുള്ള പല ആൾക്കാരും അത് ക്രിയേറ്റീവായിട്ട് അയക്കുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെ ആ ഒരു ലിറ്റിൽ എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രശ്നങ്ങളൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യത്തില്ല. നമ്മളെപ്പോഴും ഒരു പടി മുന്നിലായിരിക്കും. സോ ഈ ജൂലൈ മാസം നമുക്ക് മുന്നോട്ട് പോകണം. ആസ് എ ടീം നമുക്ക് വളരെ മുന്നോട്ട് പോകണം. നമുക്ക് പുറയിലാകാൻ പാടില്ല. ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ആസ് എ ടീം, എൻ്റെ ഭാഗത്തുനിന്നും എല്ലാവരുടെയും ഭാഗത്തുനിന്നും ഒരു എക്സ്ട്രാ എഫേർട്ട് ഉണ്ടാകണം. വലിയ എഫേർട്ടല്ല, ഞാൻ പിന്നെയും പുഷ് ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങളുടെ ഭയങ്കരമായ എഫേർട്ടല്ല, ഒരു ചെറിയ എഫേർട്ട് സാധാരണ ഇടുന്നതിലും കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, വളരെ സക്സസ്ഫുൾ ആകാൻ സാധിക്കും. പിന്നെ ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഈ മെസ്സേജ് ഒരു മെസ്സേജായിട്ടിടാം, ടൈപ്പ് ചെയ്തിടാം, വോയിസ് റെക്കോർഡ് ഇടാം, അല്ലെങ്കിൽ എന്ത് രീതിയിൽ വേണമെങ്കിലും നിങ്ങളോട് പറയാം, ഫോൺ വിളിച്ച് പറയാം. പക്ഷേ ഇതൊരു വീഡിയോ ആയിട്ടിടുന്നത് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്ട്രാ എഫേർട്ടാണ്. സോ ഡിയർ ടീം, ഐ നോ എല്ലാവരും നന്നായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഒരു പിടി കൂടുതൽ എഫേർട്ട് ഇടുക. താങ്ക് യു സോ മച്ച്. ആൻഡ് എല്ലാവർക്കും ഒരു പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഓണം സീസണും ജൂലൈ മാസവും ആശംസിക്കുന്നു. താങ്ക് യു.